അഞ്ചരക്കണ്ടി കണ്ണൂർ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് മുടങ്ങുന്നു. രോഗികളില്ലാത്തതിനാൽ വാർഡുകൾ അടച്ചുപൂട്ടിയതോടെയാണ് ലക്ഷങ്ങൾ തലവരി പണം കൊടുത്ത് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ദുരിതത്തിലായത്. ക്ലാസ് ഇല്ലാത്തതിനാൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ കോളേജ് കോമ്പൗണ്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ആശുപത്രിക്കുള്ളിൽ കടന്നു. മെഡിക്കൽ വാർഡ്, സർജറി വാർഡ്, കണ്ണുരോഗ വാർഡ്, ഫിസിയോതെറാപ്പി എന്നിവയിൽ ഒറ്റ രോഗികളോ ഡോക്ടർമാരോ ഇല്ല. മാനസിക രോഗ വാർഡും ഡയാലിസിസ് യൂണിറ്റും അടച്ചുപൂട്ടിയിരിക്കുന്നു. ഒരു മാസത്തോളമായി ആശുപത്രിയുടെ പ്രവർത്തനം താറുമാറാണെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ ഞങ്ങളോട് സമ്മതിച്ചു. ആകെ പ്രവർത്തിക്കുന്നത് OP മാത്രം. നമ്മളൊരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല. പേഷ്യൻസിന് എടുക്കൂല അല്ലേ? ഒന്നുമില്ല, ആരുമില്ല, സ്റ്റാഫൊന്നുമില്ല. മാനേജ്മെന്റ് നടപടി ഭയന്ന് പ്രാക്ടിക്കൽ ക്ലാസ് ലഭിക്കുന്നില്ലെന്ന കാര്യം ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ ആരും തയ്യാറായില്ല. കുറെ കാലം പഠിക്കും ഇവിടെ എക്സ്ട്രാ പഠിക്കും. പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ ഇക്കാര്യം സമ്മതിക്കുന്നുമുണ്ട്. MBBS ഡെന്റൽ കോളേജുകളിലായി ഓരോ വർഷവും 150 കുട്ടികൾ വീതം അഡ്മിഷൻ തേടുന്ന കോളേജാണിത്. സർക്കാർ കരാറിൽ ഒപ്പിടാത്ത കോളേജായതിനാൽ ലക്ഷങ്ങൾ ഈടാക്കിയായിരുന്നു പ്രവേശനം. മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകളിലായി 2500ഓളം കുട്ടികളുടെ പഠനത്തെയാണ് രോഗികളുടെ അഭാവം സാരമായി ബാധിക്കുന്നത്. എന്നാൽ ജീവനക്കാർ സമരം നടത്തുന്നതാണ് ഇതിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. സ്വാശ്രയ പ്രവേശനത്തിൽ ക്രമക്കേട് നടത്തിയെന്ന് ജെയിംസ് കമ്മിറ്റി കണ്ടെത്തിയ അതേ കോളേജിൽ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സൗകര്യമോ അന്തരീക്ഷമോ ഇല്ലാത്തത്. തങ്ങളുടെ ഭാവി അനിശ്ചിതത്തിലാകുമോ എന്ന ആശങ്കയിലാണ് ഈ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ. ക്യാമറാമാൻ ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.